നമസ്കാരം. ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോ ഇടവേളകൾ ആനന്ദകരമാക്കുക എന്നുള്ള തത്വത്തിൽ വന്നിട്ട് ഒരു സ്ഥലം വരെ വന്നേക്കാണ്. നമ്മൾ എത്തിയിട്ടുള്ള സ്ഥലം ഏതാണ്? വടക്കാഞ്ചേരി തൂമാനം വെള്ളച്ചാട്ടം. അടിപൊളി ആംബിയൻസ് ആണ് അല്ലെ? അടിപൊളി ആംബിയൻസ് ആണ്. ഞങ്ങൾ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചിട്ട് വന്നതാണ്. നമുക്ക് വലിയ ശല്യങ്ങളൊന്നുമില്ല, അധികം ആളുകളും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ശ്രമം. നമ്മുടെ പിന്നിൽ ആ വെള്ളച്ചാട്ടം കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്, അങ്ങോട്ട് നോക്കൂ. അപ്പൊ ഇന്ന് ഇവിടെയാണ് നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കം ഓൺ. ക്ലൈമറ്റ്, നമുക്ക് വെള്ളത്തിന് വെള്ളം, വെയിലിന് വെയില്. എന്തായാലും ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ട്. നോക്കിക്കോ, ഞങ്ങളല്ലാതെ ഇവിടെ ആരുമില്ല. വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലം, യാതൊരു ബഹളങ്ങളും ഇല്ല. ഇതാ നോക്കിയേ, അടിപൊളി വെള്ളം, അടിപൊളി വെള്ളച്ചാട്ടം. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വെള്ളത്തിൽ ഇറങ്ങാന്നുള്ളത് മാത്രമല്ല, അടിപൊളി ഏരിയ ആണ്. ഇപ്പുറത്ത് വെള്ളമാണെങ്കിൽ ഇപ്പുറത്ത് ഒരു മലയുണ്ട്. അടുത്ത വിഷ്വലിൽ നിങ്ങൾക്ക് മല കാണിച്ചു തരാം. ഒന്ന് ടേൺ ചെയ്ത്, അടിപൊളി. ഒന്നിങ്ങോട്ട് തിരിഞ്ഞേ. അപ്പോ ഇപ്പുറത്ത് മല, ഇപ്പുറത്ത് വെള്ളം, നമുക്ക് ഇഷ്ടംപോലെ എൻജോയ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. ഞങ്ങൾ ഇനി പതുക്കെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. അതിന്റെ കാഴ്ചകളും നിങ്ങളുടെ മുന്നിലേക്ക് തരാം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. പ്രിൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രിൻസ് ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം കാണാൻ വരുന്നത്. എന്താണ് പുള്ളിയുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ളത് നമുക്ക് ചോദിച്ചാൽ? അടിപൊളി, അടിപൊളി. നാളെ മറ്റന്നാളെ ആയിട്ട് ചിലപ്പോ ഫാമിലി ആയിട്ടാണ് വരും. തീർച്ചയായിട്ടും പറ്റിയാൽ അധികം ആഴ്ചയില്ല. പിള്ളേർക്ക് വന്നാലും ഫാമിലിക്ക് വന്നാലും ഒരു തരത്തിലും വലിയ അപകടങ്ങളില്ലാത്തൊരു ഏരിയ ആണ്. വലിയ ആഴമില്ല, അധികം സ്പേസും ഇല്ല, വളരെ ലിമിറ്റഡ് ആണ്. എന്നിരുന്നാലും ആസ്വാദനത്തിന് ഒരു കുഴപ്പമില്ല. ഇനി അടുത്തത് ചോദിക്കാനുള്ളത് കൂട്ടത്തിലെ രണ്ടാമനായിട്ടുള്ള ലിജോനാണ്. ലിജോ മുന്നൊരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണ്? അന്നത്തേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ലിജോന്റെ അഭിപ്രായം? ഞങ്ങൾ അന്ന് വന്നപ്പോ ഭയങ്കര ചെളി വെള്ളമായിരുന്നു. അതെ, അത് ഈ മുകൾ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കുത്തിയൊലിച്ചു വരികയായിരുന്നു. ഇറങ്ങാൻ പറ്റാത്ത ഭാഗത്തിലായിരുന്നു. അന്ന് ഞങ്ങൾ വന്ന് തിരിച്ചു പോയത്. പക്ഷെ ഇപ്പൊ നല്ല അടിപൊളി വെള്ളം അല്ലെ? എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് കുളിക്കണ്ടേ? അടിച്ചു കുളിക്കണ്ടേ? അടിപൊളി. നമ്മള് 4 പേരാണ്. മൂന്നാമത്തെ ആള് ഭയങ്കര തിരക്കിലാണ് ഫോട്ടോ എടുക്കുന്നതിന്റെ. ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് പുള്ളി. ഹലോ ചേട്ടാ, എങ്ങനെയുണ്ട്? ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണോ? അടിപൊളി സ്ഥലം. ഇഷ്ടപ്പെടാ? എന്തായാലും വരവ് മോശമായില്ലല്ലോ. ഞാൻ ഇവരോട് പറഞ്ഞു നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പൊ ഇവർക്ക് അറിയില്ല ഇത്ര അടുത്ത് ഇത്രയും നല്ലൊരു അടിപൊളി സ്ഥലം ഉണ്ട് എന്നുള്ളത്. വന്ന് കണ്ടപ്പോ അവർക്ക് ബോധ്യപ്പെട്ടു. അടിപൊളിയല്ലേ? സൂപ്പർ സ്ഥലം. അപ്പൊ ഇനി നമുക്ക് മറ്റു പരിപാടികളിലേക്ക് ഇറങ്ങാം. ഓക്കെ, വെള്ളത്തിൽ ചാടുന്നു. വെള്ളത്തിൽ ചാടുന്നു, അടിച്ചു കളിക്കുന്നു.
നമ്മളങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ എന്താ പറയാ വളരെയധികം സന്തോഷം അനുഭവിച്ചു. വളരെ സ്വകാര്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അത്രയും വൈബ് കിട്ടുന്ന ഒരു സ്ഥലം നമ്മളൊക്കെ താമസിക്കുന്നതിന്റെ അടുത്ത് എന്തായാലും വളരെയധികം ആസ്വദിച്ചു. ഇതിലാണ്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് കുന്നും മലയൊക്കെ കയറി പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോവാന്ന് കരുതിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അങ്ങനെ നടത്തം തുടരുകയാണ്. അങ്ങനെ നമ്മള് ഇന്നത്തെ വരവും ചെറിയൊരു കുളിയും ഒക്കെ പാസ്സാക്കി കഴിഞ്ഞു. വളരെയധികം സന്തോഷം തോന്നി. എന്റെ കൂടെ വന്നിട്ടുള്ള എന്റെ സുഹൃത്തുക്കളൊക്കെ വളരെ ഹാപ്പിയാണ്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരിക. നമ്മളെല്ലാവരും തിരക്കുള്ള ആളുകളാണ്. ആ തിരക്കിനിടയ്ക്ക് ഇത്തരം ചെറു സന്തോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. ഇനിയിപ്പോ ഞങ്ങളുടെ പരിപാടി എന്താ വെച്ചാൽ ഞങ്ങൾ വണ്ടിയിൽ കയറുന്നു, ഒരു പാട്ട് വയ്ക്കുന്നു, ആസ്വദിക്കുന്നു, നേരെ അടുത്ത റെസ്റ്റോറന്റ് പിടിക്കുന്നു, ഒരു ഊണ് കഴിക്കുന്നു, നേരെ വീട്ടിൽ പോകുന്നു. വീട്ടിലെ ഊണ്, അതാണ് ഇതിന്റെ അടുത്ത പരിപാടി. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുക, ആത്മസന്തോഷം കണ്ടെത്തുക. താങ്ക് യു.